ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം ശ്രീമദ് അധ്യാത്മരാമായണം അതിൻ്റെ മാഹാത്മ്യത്തിൽ ഭഗവാനെ എങ്ങനെയാ ഭജിക്കേണ്ടത്, ആരാ ഭജിക്കേണ്ടത്, കലിസന്തരണത്തിന് എന്താ വേണ്ടത് എന്നൊക്കെയുള്ള നാരദൻ്റെ ചോദ്യത്തിന് ബ്രഹ്മാവ് ഉത്തരം പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദക്ഷിണാമൂർത്തി വന്ദനത്തോട് കൂടിയിട്ട് രാമായണം മാഹാത്മ്യം തുടങ്ങണം. അപ്രമേയ ത്രയാതീത നിർമ്മലജ്ഞാനമൂർത്തയെ മനോഗിരാം വിദൂരായ ദക്ഷിണാമൂർത്തയെ നമ. അപ്പോൾ ഭഗവാനെ അറിയുക എന്നുള്ളത് എളുപ്പമല്ല, കാരണം ബ്രഹ്മാവസ്ഥയിലുള്ള ഒരാളെ അറിയുക എളുപ്പമല്ല. പക്ഷേ ആ ഭഗവാൻ പറഞ്ഞു തരുന്നത് നമുക്ക് സ്വീകരിക്കാം. അങ്ങനെയുള്ള ആ ദക്ഷിണാമൂർത്തി സ്വരൂപനായിട്ടുള്ള മഹാദേവന് നമസ്കാരം. ഇങ്ങനെ ശൈവം ദക്ഷിണാമൂർത്തി സ്വരൂപം, ദക്ഷിണാമൂർത്തി വൈഷ്ണവ എന്നും പറയാറുണ്ട്. അതായത് വൈഷ്ണവരെ എല്ലാ കാര്യങ്ങളും വൈഷ്ണവായിട്ടാണ് പറയുക. അപ്പോൾ ശിവൻ്റെ വിഷ്ണു സ്വരൂപമാണ് ദക്ഷിണാമൂർത്തി എന്നാണ്. ശൈവർ അംഗീകരിക്കില്ല. എങ്കിലും നമുക്കിവിടെ രാമായണം സൂത ശൗനക സംവാദമായിട്ട് കിട്ടണം. രാമായണമായാലും ഭാഗവതം മറ്റ് പുരാണങ്ങളൊക്കെ ഓരോ പ്രത്യേക ഭാവങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. രാമായണം എന്നുള്ള കരുണം ആണ്. ഭാരതം ശാന്തം ആണ്. അത് യുദ്ധം എന്ന് തെറ്റിദ്ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതം സത്യം ആണ്. രാമായണവും ഭാഗവതവും ഭക്തി ഗ്രന്ഥമാണ്. രാമായണത്തിൻ്റെ ഭാവം കരുണം ആണ്, ഭാഗവതത്തിൻ്റെ ഭാവം സത്യം ആണ്. ഇപ്പോൾ ദേവി ഭാഗവതമാണെങ്കിൽ അത് കടമ കർത്തവ്യം അതാണ്. ശിവപുരാണമാണെങ്കിൽ ശുദ്ധിയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോരോ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. രാമായണത്തിനെ പറയുമ്പോൾ ഇരുട്ട് മായുക, രാമൻ്റെ അയനം, രാമനായിക്കൊണ്ട് വേദത്തെ ആശ്രയിക്കുക, രാമായ നം എന്നാണ്. രാമായ നം നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം എന്നർത്ഥം. രാമന് വേണ്ടിക്കൊണ്ട് ഈ വേദത്തെ ആരാണോ ആശ്രയിക്കുന്നത്, രാമനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതാണ് രാമായണം. ഭഗവാനെക്കുറിച്ച് എപ്പോഴും എല്ലാവരെയും അനുഗ്രഹിക്കുക എന്നൊരു ഭക്ത വാത്സല്യം, അത് ഭഗവാന്റെ ഒരു സ്വഭാവമാണ്. ആ ഭഗവാനെ ആശ്രയിക്കുന്ന നാരദമുനി ബ്രഹ്മലോകത്തിലെ അച്ഛനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഉണ്ടായുള്ള സംവാദം മുതലാണ് നമുക്ക് രാമായണ മാഹാത്മ്യം കിട്ടുക. അപ്പോൾ സൂതൻ കഥ പറയുന്നു, നാരദൻ ബ്രഹ്മലോകത്തെത്തി എന്ന് പറഞ്ഞിട്ട്. ഈ ഭഗവാനെ കുറിച്ച് ആദ്യം ഒന്ന് പറയും. ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള ആ രൂപഭാവങ്ങളെ, കർമ്മല്യ ജന്മല്യ എങ്കിലും ചെയ്തികളെ, സകല സ്വരൂപത്തെ ഒക്കെ മഹാഋഷികളായിട്ടുള്ള മാർക്കണ്ഡേയൻ മുതലായവർ പോലും സദാസമയത്തും കീർത്തിക്കുന്നു, സ്മരിക്കുന്നു. ഭഗവാനെ മുഴുവൻ മനസ്സിലാക്കുക എന്നുള്ള എളുപ്പമല്ല എന്നുള്ളൊരവസ്ഥയിൽ ഈ ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മാവിനെ പ്രജാപതിമാരും മാർക്കണ്ഡേയൻ എല്ലാവരും സരസ്വതിയെയും ബ്രഹ്മാവിനെയും ഒരേപോലെ ഭജിക്കുന്നത് അല്ലെങ്കിൽ സ്തുതിക്കുന്നത് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നാരദൻ്റെ ഈ സംശയം എന്നുള്ള നിലയ്ക്ക് പറയണത്. നാരദൻ അച്ഛനെ നല്ലോണം നമസ്കരിച്ചു. അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ബ്രഹ്മാവ് ചോദിച്ചു, ഈ വിഷ്ണു ഈശ്വരനായിട്ട് കാണുന്ന വൈഷ്ണവചിത്തന്മാർ നിങ്ങളെല്ലാവരും എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ പ്രതിനിധിയായിട്ടാണ് അവിടെ നാരദൻ നിൽക്കുന്നത്. ചോദ്യം ബ്രഹ്മാവ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നാരദനാണ് ഉത്തരം പറഞ്ഞത്. എല്ലാ ശുഭ അശുഭങ്ങളും ബ്രഹ്മാവ് നാരദനോടും ആ വേദിയിലും ചർച്ച ചെയ്യാറുണ്ട്. അത് കുറേ കേട്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ മറ്റേതോ ഒരു പുരാണം പറഞ്ഞുള്ള സമയത്താണ് ഇതൊക്കെ ചോദിക്കണമെന്ന് പറയുക. സുരന്മാരിൽ ഉത്തമനായിട്ടുള്ള ബ്രഹ്മാവ് ത്രിമൂർത്തികളിൽ ഒരാളാണ്.
അപ്പം അതുകൊണ്ട് വിഷ്ണുവിനെ കുറിച്ച് പറയുന്നത് പാലകൻ എന്നുള്ള അർത്ഥത്തിൽ ഏറ്റവും ഗോപ്യമായാലും ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കണം എന്നൊരു നിയമമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിനെ പറഞ്ഞു തരൂ. ഉദ്ദേശത്തെ പറയുകയാണ്, ഘോരമായിട്ടുള്ള കലിയുഗം ഇനി ഇതാ വരാൻ പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പുണ്യം കുറഞ്ഞതായിട്ടുള്ള ആളുകൾ, ദുരാചാരരായിട്ടുള്ള ആളുകൾ, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, സത്യത്തിൽ അത്ര സത്യമില്ല അങ്ങനൊരു മട്ട, അങ്ങനെയുള്ള ആളുകൾ അന്യരെ ഉപദ്രവിക്കുക, അന്യരുടെ മുതലിൽ താല്പര്യം ഉണ്ടാവുക, അതേപോലെ അന്യ സ്ത്രീകളിൽ താല്പര്യം ഉണ്ടാവുക, ഹിംസ ചെയ്യുക, പിന്നെ ആലസ്യം, ഒരു മൗഢ്യം, തമോ ഗുണം അത് വല്ലാതെ കണ്ട് ഉണ്ടാവുക, ഞാൻ ദേഹമാണെന്നുള്ള ബോധം ഉണ്ടാവുക, ജ്ഞാനമില്ലാത്തൊരവസ്ഥ, അച്ഛനെയും അമ്മയും വെറുക്കുക, അതേപോലെ സ്ത്രീകൾ പറഞ്ഞത് മാത്രമേ ചെയ്യൂ, അങ്ങനെ ഭാര്യയ്ക്ക് അടിമയായിട്ടുള്ളൊരവസ്ഥ, പിന്നെ ബ്രാഹ്മണർ വേഷം കെട്ടിയിട്ട് നടക്കണു, എന്തൊക്കെയോ സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, ലോഭം മാത്രമേ ഉദ്ദേശമുള്ളൂ, പണം നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കച്ചവടം ചെയ്യണു, വിദ്യയെപ്പോലും വേദത്തെപ്പോലും. ക്ഷത്രിയരും അതേപോലെ തന്നെ ബ്രാഹ്മണരിൽ നിന്ന് കരം പിരിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ തുടങ്ങണം, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. വൈശ്യര് സ്വന്തം ധർമ്മം മറന്നുകൊണ്ട് അമിതമായിട്ടുള്ള സമ്പാദ്യമോഹം, സുഖം ഒക്കെ ചെയ്യും, കൊടുക്കേണ്ടത് കൊടുക്കില്ല, സംഭരിക്കുക എന്നുള്ളതാണല്ലോ വൈശ്യന്മാരുടെ ധർമ്മം, അത് ചെയ്യില്ല. രഞ്ജിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, കൊടുക്കുക എന്നാണ് രാജാക്കന്മാർ, അതും ചെയ്യില്ല. രക്ഷിക്കുക എന്നതാണ് ബ്രാഹ്മണരുടെ, അതും ചെയ്യില്ല. ശൂദ്രർ അവരാ രാജാവ് എന്ന് വിചാരിച്ചും കൊണ്ട് അവരെ എല്ലാവരും അനുസരിക്കണം എന്നുള്ള രീതിയിൽ ആർക്കും ഒരു സേവനവും ചെയ്യില്ല. എല്ലാവർക്കും പണത്തിനോടും സ്ത്രീയോടും വല്ലാത്തൊരു താല്പര്യം. ആഹാരപ്രിയരായിക്കൊണ്ട് ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന സ്ത്രീകളും, ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തൊരവസ്ഥയിൽ ഈ കലികാലം വല്ലാതെ കണ്ട് വിഷമിപ്പിക്കും. അപ്പോൾ എന്തൊക്കെ ഫലങ്ങളുണ്ടാവും, ഇതാണ് ചോദ്യം. നാരദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം കലിദോഷം മറികടക്കാൻ എന്തെങ്കിലും ലഘു ഉപായമായിട്ട് വല്ലതും ഉണ്ടോ, ഇതാണ് ചോദ്യം. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചില സൂത്രവഴികളുണ്ടോ? പരലോകത്തേക്ക് എത്തുക എന്നുള്ളത് മരിച്ചു പോയിട്ട് നരകത്തിൽ ചെന്നിട്ട് കാര്യമില്ല, സ്വർഗത്തിൽ ചെന്നിട്ട് കാര്യമില്ല, വൈകുണ്ഠത്തിലേക്ക് എത്തണം. അപ്പോഴേ ഈ പാപം തീർന്നു, അല്ലെങ്കിൽ ഇനി ജന്മം വേണ്ട, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തുള്ളൂ. അതിനെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത്, ഇത് ഞാൻ പറഞ്ഞാൽ അത്ര ശരിയാവുമെന്ന് തോന്നുന്നില്ല. പണ്ട് മഹാദേവൻ ശ്രീപാർവതിയോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതി ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. മഹാദേവൻ പറയാണ്, ഈ അധ്യാത്മരാമായണം അത് നന്നായിട്ട് കേട്ടോളൂ. പുരാണോത്തമം അധ്യാത്മരാമായണം ഇതി സ്മൃതം. അത് പ്രിയായൈ ഗിരിശഃ തസ്യൈ ഗൂഢം വ്യാഖ്യാതവാൻ സ്വയം. ഭഗവാൻ മഹാദേവൻ സ്വയം ചെയ്തു. എന്താ അത്? പാർവതിയോട് മഹാദേവന് വേണമെങ്കിൽ ധാരാളം ന്യായത്തെ പറയാം. ഏറ്റവും കൂടുതൽ ജ്ഞാനത്തെ കൊടുക്കുന്ന ഭഗവാന് വിസ്തരിച്ച് പറയാൻ വേറെ പ്രയാസമില്ല. പക്ഷേ ആ മഹാദേവൻ രാമായണമാണ് പറഞ്ഞത്. ജഗദംബയായിട്ടുള്ള ഈ പാർവതി സദാസമയത്തും ശിവനെയും വിഷ്ണുവിനെയും പൂജിക്കുന്ന ഒരാൾ. മഹാദേവൻ സദാസമയത്തും മഹാവിഷ്ണുവിനെ പൂജിക്കുന്ന ഒരാൾ. ആത്മാരാമന്മാരാണ് മിക്കവാറും. അപ്പോൾ മനനം ചെയ്യുന്നു, മാത്രമല്ല സ്വയമേവ ആനന്ദത്തെ അനുഭവിക്കുകയും ചെയ്യണു. അങ്ങനത്തെ അവർ തമ്മിലുള്ള സംവാദമാണ് രാമായണം, അധ്യാത്മരാമായണം. മാത്രമല്ല അത് പുരാണമാണ്. ഇനി അധ്യാത്മരാമായണം എന്നുള്ളത് പുരാണമാണ്, ഇതിഹാസം എന്ന് നമ്മൾ പറയണമെന്നേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് രണ്ടും ഒന്നല്ല കേട്ടോ. പുരാ അഭിനവം പുരാണം ഇഹ ഇതി ആസം ഇതിഹാസം. അപ്പം ഇങ്ങനെ ഒന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് കേട്ടോളൂ എന്നാണ് ശിവൻ പാർവതിയോട് പറഞ്ഞത്. അപ്പം ഇവിടെ രാമായണം കേട്ട് കഴിഞ്ഞാൽ സദ്ഗതി കിട്ടും. എത്ര കാലമാണോ ഈ ലോകം നിലനിൽക്കുന്നത് അത്രയും കാലം ഈ രാമായണം പ്രചരിക്കുകയും ചെയ്യും.
അപ്പം ഇത് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം, അധ്യാത്മരാമായണത്തിൻ്റെ ഈ കലിദോഷം തീർക്കാനുള്ള ഈ കഴിവിനെ പറയാനുള്ള കാരണം, ബ്രഹ്മഹത്യാദി പാപങ്ങൾ കൂടി ഇല്ലാണ്ടാവും എന്ന് പറയാനുള്ള കാരണം, ഇതിൽ സൂചിപ്പിക്കാത്ത ഒരു വ്യംഗ്യമുണ്ട് എന്ന് സ്മരിക്കാറുണ്ട്. സതീദേവി ഒരിക്കൽ ശിവപുരാണത്തിലുള്ള കഥയാണ്. ശ്രീരാമനെ പരീക്ഷിച്ചു അത്രേ. അപ്പോൾ ശ്രീരാമനെ വിഷ്ണു എന്ന നിലയ്ക്ക് കാണാതെ കണ്ട് സതി മർത്യഭാവത്തിലാണ്, ശ്രീരാമൻ മർത്യഭാവത്തിലാണ്. അപ്പോൾ സതിക്ക് ശ്രീരാമനെ പരീക്ഷിക്കാനുള്ള അർഹതയില്ല. പക്ഷെ അത് അറിയാതെ കണ്ട് അങ്ങനെ പരീക്ഷിച്ചു പോയി. അത് ശിവന് പോലും സമ്മതമായില്ല. അപ്പോൾ ശിവൻ സതിയെ ഉപേക്ഷിച്ചു എന്നാണ് മാനസികമായിട്ട്. ആ ദോഷം തീരാനാണ് ഇപ്പോൾ രാമകഥ പറയണം എന്ന് സതി പാർവതിയായിട്ട് ജനിച്ചതിൻ്റെ ശേഷം ശിവനോട് ആവശ്യപ്പെടേണ്ടത്. ശിവൻ തൻ്റെ സംഹാരകാരകത്വം കാരണം കൊണ്ട് പാലകൻ്റെ ഈ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടിയാലേ അതിന് രക്ഷ കിട്ടുള്ളൂ എന്ന നിലയ്ക്ക് എപ്പോഴും മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർവതി ഇത് ചോദിച്ചപ്പോൾ വലിയ സന്തോഷമായി. പാർവതി തന്നെയാണ് ഇത് ചോദിക്കേണ്ടത്. എനിക്കും ഗുണം, പാർവതിക്കും ഗുണം. ഈ രാമതത്വം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം എന്താ വെച്ചാലും അധ്യാത്മരാമായണം ഞാൻ പറഞ്ഞുതരാം. ബ്രഹ്മഹത്യാപാപം തീരും. അപ്പം ഈ ലോകത്തിൽ അധ്യാത്മരാമായണം പ്രചരിക്കുന്നില്ല എങ്കിൽ മാത്രമേ ദുഃഖം എന്നുള്ളത് സ്ഥായിയായിട്ട് വരുള്ളൂ. അപ്പം അങ്ങനൊരു സംശയമേ വേണ്ട. എല്ലാ യുഗത്തിലും, കൃതയുഗത്തിലും രാമായണം ഉണ്ടെന്നാ. ത്രേതായുഗത്തിൽ രാമൻ അവതരിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ രാമായണം എന്നും ഒരു സംശയം കൂടാതെ കണ്ട് എല്ലാവരും ഇതിനെ ആശ്രയിക്കണം. അത് ഏത് യുഗത്തിലായാലും വേണ്ടില്ല, ഏത് പ്രായത്തിലുള്ള ആളായാലും വേണ്ടില്ല, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും ഒക്കെ എന്ന് സാരം. മാത്രമല്ല ഈ ജാതി ഒന്നുമില്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഇതൊന്നുമില്ല, എല്ലാവരും രാമനെ ആശ്രയിക്കണമെന്നാ. അപ്പോൾ രാമായണത്തെ പഠിക്കുക എന്തിനു വേണ്ടിയിട്ട്? കാലൻ്റെ അടുത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. യമഭടന്മാർ നമ്മുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. രാമായണം ആരാണോ വായിക്കണമെന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് യമൻ ദൂതന്മാരെ പറഞ്ഞയക്കില്ല. രാമൻ്റെ രൂപം അത് എല്ലാവരുടെ ഉള്ളിലും, രാമൻ്റെ രൂപം, അതേപോലെ കർമ്മം, പിന്നെ ഭക്താനുഗ്രഹങ്ങൾ, ഗുണം എന്നർത്ഥം, ലീലകൾ, ഇതൊക്കെ സാന്താനിക ലോകത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമായിട്ട് ഈ 5 കാര്യങ്ങളും, നാമം, രൂപം, ലീല, ഗുണം, ധാമം, ഇതാണ് 5. അപ്പം ഈ 5 കാര്യത്തിൽ രാമായണത്തിൽ പറയുന്നുണ്ട്. ഈ രാമൻ്റെ രൂപത്തിൽ കാണുക. കാട്ടിൽ സീതാന്വേഷണം ചെയ്യേണ്ട രാമനായാലും, സീതയോട് ഒത്തു നടക്കുന്ന രാമനായാലും, പട്ടാഭിഷിക്തനായിട്ടുള്ള രാമനായാലും, വിദ്യാഭ്യാസം ചെയ്ത രാമനായാലും, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഉള്ള ബാലരാമനായാലും ഒക്കെ, സരയൂരിൽ എല്ലാവരെയും കൂടിയിട്ട് കൊണ്ടുപോകുന്ന രാമനായാലും ഒക്കെ രാമായണ. അപ്പോൾ ആ ഭാവത്തിൽ രാമനെ കണ്ടാൽ മുക്തി കിട്ടുമെന്നാണ്. പണ്ട് മഹാദേവൻ തന്നെ പറയാം, എനിക്ക് പാർവതിയോട് ഇത് പറയാൻ സാധിച്ചത് മഹാദേവൻ ബ്രഹ്മാവിനോട് ഇതിൻ്റെ ഫലത്തെ പറഞ്ഞു അത്രേ. ബ്രഹ്മാവ് നാരദനോട് പറയാണ്, ഈ രാമായണം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഗുണമുണ്ടാവുമെന്ന് ശിവൻ അത് മുഴുവൻ പറയാൻ സാധിക്കില്ല, അത്രത്തോളം പുണ്യമാണ് കിട്ടുക എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ബ്രഹ്മാവ് നാരദനോട് പറയാ. രാമതത്വം എന്നുള്ളത് ഓങ്കാരം രാമ എന്ന് ശബ്ദബ്രഹ്മമായിട്ടും താരകബ്രഹ്മ മന്ത്രമായിട്ടും രാമൻ്റെ നാമം ആരാണോ സ്മരിക്കുന്നത് അവർക്ക് ഒരു പാപവും പിന്നെ ഇല്ല, പിന്നെ ജന്മവും വേണ്ട. അത്രയും മഹാത്മ്യമുണ്ട് രാമ എന്നുള്ള ശബ്ദത്തിന് തന്നെ. മുഴുവൻ പറയാന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ അത് ഓങ്കാരം, ഓം ശ്രീ രാമായ നമ എന്നൊക്കെ പറഞ്ഞാൽ ഇനി പറയണ്ട, കൂടുതലായി, മാക്സിമായി. അപ്പോൾ രാമ എന്നുള്ള അതിനെ 100 കോടി ഗ്രന്ഥങ്ങളാക്കിയിട്ട് ബ്രഹ്മാവ് രചിച്ചു എന്നാണ്. ശിവനാണത് പറഞ്ഞു കൊടുത്തത്. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ശിവൻ. പക്ഷേ ബ്രഹ്മാവസ്ഥയിലാണ് ഭഗവാൻ ശിവൻ ഈ ബ്രഹ്മാവിനെ ഉപദേശിച്ചു കൊടുത്തത്. ബ്രഹ്മാവിന് ബ്രഹ്മാവസ്ഥ പറയാറില്ല.
ശിവനും വിഷ്ണുവിനും ബ്രഹ്മാവസ്ഥ പറയാറുണ്ട്, ദേവിക്കും ബ്രഹ്മാവസ്ഥ പറയാറുണ്ട്. പക്ഷെ ബ്രഹ്മാവിന് ബ്രഹ്മാവസ്ഥ പറയാറില്ല. ബ്രഹ്മം എന്നുള്ളത് മറ്റൊരു അവസ്ഥയാണ്. സൃഷ്ടികർത്താവിന് മാത്രം അത് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാവർക്കും. എന്നാൽ ത്രിമൂർത്തികളിൽ ഒരാളാണ് ഇനി. അപ്പം അതുകൊണ്ട് മഹാദേവൻ്റെ മകനായിട്ടും മഹാദേവൻ്റെ അച്ഛനായിട്ടും ആ ഒരു ബ്രഹ്മാവിനോടുള്ള ഭാവം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അച്ഛനാരാ? മഹാദേവനാണ്. ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ ശിവൻ്റെ അച്ഛനാരാ? ബ്രഹ്മാവാണ്. അതാണ്. പക്ഷേ ബ്രഹ്മാവിന് ഇതില്ല, ഈ ബ്രഹ്മാവസ്ഥ പറയാറില്ല. അപ്പോൾ ആ ബ്രഹ്മാവ് ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനെ 100 കോടിയാക്കിയിട്ട് 100 കോടി ശ്ലോകങ്ങളെ കൊണ്ട് വിസ്തരിച്ചു എന്നാ. അപ്പോൾ അതിൽ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ പകുതി ശ്ലോകമൊക്കെ പഠിച്ചാൽ തന്നെ മുക്തി കിട്ടും. അത്രയ്ക്കുണ്ട് അതിൻ്റെ താല്പര്യം. മറ്റൊരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇത് പഠിക്കണം എന്നും. ഇങ്ങനെ തമോ ഗുണത്തെ ജയിക്കാനായിട്ട് ഈ രാമായണത്തെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് അശ്വമേധ യാഗം ചെയ്താലത്തെ ഗുണം, ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മുക്തനായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവും. വളരെ യാദൃശികമായിട്ട് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒരു ഭക്തനിൽ നിന്നും ഈ രാമായണം കേൾക്കുക, അതേപോലെ എന്തെങ്കിലും ചിലതെങ്കിലും പറയാൻ പറ്റുക, ചില ശ്ലോകങ്ങൾ വായിക്കാൻ പറ്റുക, പറയാൻ പറ്റുക, ഇങ്ങനെ ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് അല്ലാതെ കൊണ്ട് തന്നെ എടുത്താൽ പോലും ദേവന്മാർ ഈ ഭക്തനെ അനുഗ്രഹിക്കും. ഭക്തി ഇല്ല, രാമായണം കേട്ടു, രാമായണം പറഞ്ഞു, രാമ എന്ന് പറഞ്ഞു എന്നിട്ടേ ഉള്ളൂ, എന്നാൽ പോലും ദേവന്മാരെ അനുഗ്രഹിക്കുന്ന അത്രയ്ക്കുണ്ട്. അപ്പോൾ അധ്യാത്മരാമായണം വായിക്കുക, മനനം ചെയ്യുക, പറയുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെയുള്ള അധ്യാത്മരാമായണ ഗ്രന്ഥം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. അതേപോലെ രാമനെയും സീതയും ഹനുമാനെയും സ്മരിക്കുക. ഈ രാമായണം വായിക്കുന്ന സമയത്ത് ഏകാദശി നോൽക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വ്രതോപവാസത്തോട് കൂടിയിട്ടൊക്കെയാണ് വെച്ചാൽ പിന്നെ പറയും വേണ്ട. അത് എത്രയാണ് കൂടുതൽ വെച്ചാൽ വെച്ചാൽ അത്രയും കൂടുതലാണ്. രാമായണത്തെ ആരാണോ ദാനം ചെയ്യുന്നത് അവർക്ക് ഏകാദശി നോറ്റ ഫലമൊക്കെ ഉണ്ടെന്നാ. അപ്പോൾ ആഹാരവർജ്യം പറ്റാത്ത ഒരാളുകൾക്ക് ഈ രാമായണം വാങ്ങിയിട്ട് കൊടുത്താൽ മതി, അപ്പം അതിൻ്റെ ഫലം കിട്ടുന്ന. എത്രയാ പുണ്യം ചോദിച്ചാൽ മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം ഗായത്രി ദീക്ഷാ ഫലമൊക്കെ രാമായണം വായിക്കുന്നവർക്കും ദാനം കൊടുക്കുന്നവർക്കൊക്കെ ഉണ്ട്. ഗായത്രി ദീക്ഷാ ഫലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും കൂടുതൽ വലുതാണ്. രാമനവമി ദിവസം ഉപവാസമൊക്കെ അനുഷ്ഠിച്ചിട്ട് രാമനെ മാത്രം ജപിച്ചുകൊണ്ട്, രാമരാമ ജപിച്ചുകൊണ്ട്, രാമായണം വായിച്ചുകൊണ്ട്, രാമായണം കേട്ടുകൊണ്ട് അതിനെ എത്രത്തോളം പുണ്യമാക്കാൻ സാധിക്കുമോ അത്രത്തോളം ആ ദിവസത്തെ പുണ്യമാക്കി കഴിഞ്ഞാൽ ഈ എന്ത് ഫല കിട്ടുകയെന്ന് ചോദിച്ചാൽ അറിയില്ല, അത്രയും കൂടുതൽ ഫലമാണ്. ഏത് യാഗം ചെയ്താലും ഈ ഫലം കിട്ടില്ല, അതിനേക്കാൾ കൂടുതൽ ഫലം കിട്ടും. സൂര്യഗ്രഹണ സമയത്ത് പുണ്യതീർത്ഥങ്ങളിലൊക്കെ വെച്ച് കുരുക്ഷേത്രം തുടങ്ങിയിട്ടുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് അവനവൻ്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണം ദാനം ചെയ്യുക, രത്നം ദാനം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്താലത്തെ ഫലം എന്താ കിട്ടുക വെച്ചാൽ അതൊക്കെ കിട്ടുന്ന. അപ്പോൾ രാവും പകലും രാമനെ സ്മരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ രാമനെ സദാസമയത്തും സ്മരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ ഗുണം കിട്ടും. എന്ത് കർമ്മം ആചരിച്ചാലും അത് കൂടുതൽ ഫലവത്താവുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു പണിയെടുക്കുമ്പോൾ രാമായണം വായിക്കുകയാണെങ്കിൽ ശ്രാദ്ധായാലും പൂജയായാലും യാഗമായാലും വെറുതെ ഇരുന്ന് വായിച്ചാൽ മതി എന്നാ. അപ്പോൾ രാമൻ അവിടെ അനുഗ്രഹിക്കാൻ വരുന്നത് ആ കർമ്മം ചെയ്യുന്നതിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ ഫലം രാമൻ തന്നെ തരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു അധ്യായമാണ് ശ്രീരാമഹൃദയം. അത് ആദ്യത്തെ അധ്യായമാണ്. അത് ആരാണോ ഏകാഗ്രമായിട്ട് പഠിക്കുന്നത് അതിൻ്റെ പ്രത്യേകത രാമായണം മുഴുവൻ അതിലടങ്ങിയിട്ടുണ്ട് ആ ഒരൊറ്റ അധ്യായത്തിൽ. അപ്പോൾ ഒരു ഹനുമാൻ ഒരു രാമായണ പാരായണം ചെയ്തതിൻ്റെ മുഴുവൻ ഫലവും ഈ രാമായണത്തിൻ്റെ എന്താണ് പറയുക, രാമഹൃദയം വായിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. കാരണം അതിൽ ഈ ഹനുമാൻ്റെ സാന്നിധ്യം, സീതയുടെ സാന്നിധ്യം, രാമൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ അതൊരു
ക്ഷേത്രങ്ങളിൽ ആലിൻ്റെ ചോട്ടിൽ, അതേപോലെ ഹനുമാന്റെ പ്രതിമയ്ക്ക് അരികെ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ പറയും വേണ്ട. എത്രയാ അതിൻ്റെ ഗുണം ചോദിച്ചാൽ അറിയില്ല. എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഈ ഹനുമാന്റെ പ്രതിമയ്ക്ക് അടുത്ത് ഇരുന്നിട്ട് വായിക്കുക വെച്ചാൽ, അപ്പം നമ്മളെന്താ സൂത്രം ചെയ്യാറ് വെച്ചാൽ, ഈ രാമായണം വായിക്കുന്ന സമയത്ത് ഹനുമാന് ഒരു ദക്ഷിണ സമർപ്പിക്കും. വീട്ടിൽ അടയ്ക്ക, ധനം, അതേപോലെ പൂവ്, അക്ഷതം ഒക്കെ കൂടിയിട്ട് ഇട്ടിട്ട് ഒരു പീഠത്തിൽ ഹനുമതയേ നമഃ എന്ന് പറഞ്ഞു വെക്കും. ഓം ഹം ഹനുമതയേ നമഃ. അപ്പോൾ ഹനുമാന്റെ ഒരു സാന്നിധ്യം അവിടെ ഹനുമാന് ദക്ഷിണ കൊടുത്ത ഫലമായി. അങ്ങനെ ഹനുമാനെ അവിടെ ഇരുത്തിയതിൻ്റെ ശേഷം ഈ രാമായണം വായിച്ചാൽ എത്രയാ അതിൻ്റെ കോടി ഫല, കോടി ഇരട്ടി ഫലം എന്നർത്ഥം. അതേപോലെ തുളസിയായാലും അരയാലായാലും ക്ഷേത്രങ്ങളായാലും അതേപോലെ ബ്രാഹ്മണരുടെ അടുത്ത് ഇങ്ങനെ രാമായണം വായിക്കുമ്പോൾ അതിൽ ഓരോ അക്ഷരത്തിലും ബ്രഹ്മഹത്യാ മോചനം സംഭവിക്കും എന്നാണ്. അപ്പം അതുകൊണ്ട് ശ്രീരാമ ഹൃദയം, ശ്രീരാമഗീത, അതിൻ്റെ മഹിമ പൂർണ്ണമായിട്ട് പറയാൻ ആർക്കും കഴിയില്ല. അപ്പം മഹാത്മ്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാദേവന്റെ വാക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞു നോക്കുക. അതൊക്കെ ബ്രഹ്മാവ് ഇങ്ങനെ മഹാദേവൻ പറഞ്ഞു എന്ന് ഈ നാരദനോട് പറയുകയാണ്. അപ്പം ഈ 100 കോടി ശ്ലോകങ്ങളിലൂടെ ഈ രാമതത്വത്തെ പറഞ്ഞിട്ട് അത് എല്ലാവരിലും എത്താൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് മഹാദേവൻ തന്നെ അവതാരം എടുത്തുകൊണ്ട് അതിനെ 10 കോടിയാക്കിയെന്നും 10 കോടിയെ 1 കോടിയാക്കിയെന്നും പിന്നെ വിഷ്ണു അതിനെ വ്യാസനായിട്ട് വന്നുകൊണ്ട് 4.25 ലക്ഷമാക്കിയെന്നും അതാണ് 18 പുരാണങ്ങളായിട്ട് മാറിയത് എന്നും അതിൻ്റെ സാരമായിട്ട് ഭാഗവതം എടുത്തു എന്നും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് രാമായണമായാലും ഭാഗവതമായാലും ഭക്തിഗ്രന്ഥം അത് തുല്യം എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. ഇത് രണ്ടിനും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണത്. രാമൻ ഒറ്റ കഥയായിട്ടും ഭാഗവതം അതിൽ എല്ലാ അവതാരങ്ങളെയും കുറച്ചധികം വിസ്താരമായിട്ടും ഇത്രയും വ്യത്യാസമുള്ളൂ. ഈ രാമൻ്റെ ഒറ്റ കഥ പറയുമ്പോൾ അനവധി അവതാരങ്ങളെക്കുറിച്ചും മറ്റ് സ്തുതികളിലും കാര്യങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. ആ കഥ വിസ്തരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാമനെ തന്നെ വിസ്തരിക്കാൻ നേരം പോരാ, പിന്നെ എങ്ങനെയാ മറ്റ് അവതാരങ്ങളുടെ പറയുക? അതുകൊണ്ടാണ് അങ്ങനെ വെക്കാനുള്ള കാരണം. രാമായണം ആരാണോ വായിക്കുന്നത് അവർക്ക് ചിത്തശുദ്ധി എന്നുള്ളത് പിന്നെ അന്വേഷിച്ച് പോകേണ്ട, സ്വയമേവ ചിത്തം ശുദ്ധമാവും. ശ്രദ്ധിച്ചിരുന്ന് വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അറിഞ്ഞ് വായിക്കണം. അക്ഷരം, അർത്ഥം, പ്രയോഗം പലതുമുണ്ട്. രാമൻ ശ്രദ്ധയ ഭക്തിയ എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ശ്രദ്ധാ ഭക്തി സമന്വിതം ഇതം രാമായണം ശൃണു. ഭക്തിയ ഭാഗവതം ജ്ഞേയം, ഭക്തിയ യുക്തിയ ച ഭാരതം, ഭക്തിയ യുക്തിയ വിഭക്തിയ ച രാമായണം സ്മൃതം. അപ്പോൾ അത്രയും മനസ്സിരുത്തണം. അപ്പോൾ സംസ്കൃതം അറിയാത്തവർ ആ ഭാഷയിൽ വായിച്ചാൽ കഷ്ടിയാവും. മലയാളം അറിയാത്തവരെ മലയാളം വായിക്കുമ്പോൾ മലയാളത്തിൽ സംസ്കൃതം ഉണ്ടാവും മറ്റു. അപ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, മുഴുവൻ മനസ്സിലാവില്ല. നല്ലോണം ഇരുന്ന് മനസ്സിരുത്തിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അറിയാവുന്ന ഭാഷയിൽ അതിനെ ഗദ്യമായിട്ട് വായിച്ചാലും വിരോധമില്ല, പദ്യം തന്നെ വായിച്ചോളാം എന്നില്ല എന്ന് സാരം. അതാണ് എല്ലാ അറിവുകളെയും അവിടെ കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കിട്ടുന്നത് ആ സാരമാണ് രാമായണം. ഇപ്പോൾ 108 ഉപനിഷത്ത്, 250 ഉപനിഷത്ത്, 10 ഉപനിഷത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, 18 പുരാണം, 2 ഇതിഹാസം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിലെല്ലാം കൂടിയിട്ട് 4 വേദം, ഇതെല്ലാം കൂടി കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അറിവാണ് രാമായണം. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണന് കൊടുത്ത ഉപദേശങ്ങൾ, അത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് രാമഗീതയാണ്. ഈ രാമഗീത ഉത്തരരാമായണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുക്തിമാർഗമാണ്. അതിൻ്റെ മുന്നേ മുക്തിമാർഗം പറയുന്നുണ്ട്, ഭക്തിമാർഗം പറയുന്നുണ്ട്, കർമ്മയോഗം പറയുന്നുണ്ട്, പൂജാവിധി പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമായിട്ട് രാമഗീതയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ഗീതാമൃതം എന്നാ പറയുക, രാമഗീത. അത് വായിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആഗ്രഹം ഹിതമറിഞ്ഞ് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ദോഷം വരില്ല, കർമ്മദോഷം വരില്ല എന്നാണ്. അപ്പോൾ മറ്റു ദേവനെ പിന്നെ ആശ്രയിക്കേണ്ട, മറ്റൊരു കർമ്മത്തെ പിന്നെ ചെയ്യണ്ട. അങ്ങനെ പലതും. ഇത് കാർത്തവീരാർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭാർഗവ രാമനായിട്ടുള്ള പരശുരാമൻ ആ ഭഗവാന്റെ അടുത്തിരുന്ന് ഇത് പഠിച്ചിട്ടുണ്ട്. മഹാദേവനിൽ നിന്നും ഈ വിദ്യ സ്വീകരിച്ചിട്ടുണ്ട്.
പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീ പരശുരാമനും അവിടെ ഉണ്ടായിരുന്നു എന്നാ. രാമഗീത പ്രത്യേകമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു അത്രേ. അപ്പോൾ നാരായണ കലയിൽ വന്ന പരശുരാമനും ഈ ശ്രീരാമനിലെ രാമനെ രാമതത്വത്തെ ശിവനിൽ നിന്നും കേട്ടു എന്നാണ്. അപ്പോൾ 21 തവണ ഭൂപ്രദക്ഷിണം ചെയ്തപ്പോൾ പാപം കുറെ വന്നു. അവരിപ്പോൾ ആരൊക്കെയാണ് മരിച്ചത് എന്തൊക്കെയാണെന്ന് ശരി ഭക്തന്മാരുണ്ടോ അതും അറിയില്ല. ചീത്ത കാര്യങ്ങൾ ചെയ്യും ഭക്തനും ആവുവെച്ചാലോ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം രാവണൻ സ്വതേ ശിവഭക്തനാണ്, പക്ഷെ ചീത്ത കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ വധിക്കേണ്ടി വന്നു വിഷ്ണുവിന്. അപ്പോൾ ഇങ്ങനെ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ 21 വട്ടം ഭൂപ്രദക്ഷിണം ചെയ്തപ്പോൾ അനവധി രാക്ഷസന്മാരോ അസുരന്മാരോ ഈ രാജാക്കന്മാരായിട്ട് വന്ന അവരെയൊക്കെ വധിക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പാപം എങ്ങനെയുണ്ടാവുക അറിയില്ല. അതൊക്കെ തീർത്തത് ഈ ശിവനിൽ നിന്ന് രാമായണം കേട്ടിട്ടാണ്, രാമതത്വം കേട്ടിട്ടാ, രാമഗീത കേട്ടിട്ടാ. നമ്മൾ നാസ്തികന്മാർ ഈ എല്ലാറ്റിനെയും നിഷേധിക്കുന്നവർ, സംശയം തീരാത്തവർ, അജ്ഞാനം വലിയ പ്രശ്നമാണ്. അതേപോലെ ചില ആളുകൾ നിഷിദ്ധ ഭക്ഷണം കഴിക്കും. അതേപോലെ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളെ ചെയ്യും. വികർമ്മവും അകർമ്മവും കുകർമ്മവും ഒക്കെ ചെയ്യും. അതൊന്നും പാടില്ല. കർമ്മം ചെയ്യാതിരിക്കുകയും പാടില്ല. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഈ രാമഗീത കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പാപം നശിച്ച് അവർ വീണ്ടും എങ്ങനെയാണോ വേണ്ട വെച്ചാൽ അതുപോലെ ആവുന്ന. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില പാപങ്ങൾ നശിക്കണമെങ്കിൽ, ഈ ബ്രഹ്മഹത്യാപാപം നശിക്കണമെങ്കിൽ സാളഗ്രാമശില അല്ലെങ്കിൽ അറിയാല തുളസി, മഹാഋഷിമാരായിട്ടുള്ള മുനിമാർ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ വേണം പാരായണം ഇരുന്ന് കേൾക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം പറയുന്നത്. ഭക്തിയോട് കൂടിയിട്ട് വേണം രാമഗീത കേൾക്കാനായിട്ട്. അതേപോലെ ബ്രാഹ്മണരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്, ഭക്തന്മാരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് അന്നദാനം തൊട്ടുള്ള ദാനങ്ങളൊക്കെ ധാരാളം ചെയ്യണം. പിതൃക്കൾക്ക് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രാദ്ധ ദിവസങ്ങളിലൊക്കെ അത് വായിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ വലിയ ഫലമുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും മുക്തി കിട്ടുന്ന ഒരു ഭക്തി ഗ്രന്ഥമാണ് രാമായണം. അപ്പോൾ വ്രതോപവാസാദികളോ അതൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ കൂടുതൽ ഫലം, പൂജാതി കാര്യങ്ങൾ ചെയ്യാച്ചാൽ കൂടുതൽ ഫലം, ദാനാദി കാര്യങ്ങളൊക്കെ ചെയ്യാച്ചാൽ കൂടുതൽ ഫലം. ഇങ്ങനെ വേദവും അതേപോലെ തന്നെ വേദത്തെ പഠിച്ച സ്മൃതികൾ, സ്മൃതി, വേദത്തിൻ്റെ സാരമായിട്ടുള്ള പുരാണം, ഇതെല്ലാം ആഗമശതങ്ങൾ, അത് മുഴുവൻ സംഗ്രഹിച്ചാൽ കിട്ടുന്നതാണ് ഈ രാമായണം. അപ്പം ഈ രാമായണത്തിൻ്റെ അധ്യാത്മരാമായണം എന്ന് പറഞ്ഞാൽ 4250 ശ്ലോകമേ ഉള്ളൂ. രാമൻ ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായിട്ട് ജനിച്ചു, വളർന്നു, വിദ്യാഭ്യാസം എല്ലാം ചെയ്തു, 14 കൊല്ലം കാട്ടിൽ വസിച്ചു, രാക്ഷസന്മാരെയൊക്കെ വധിച്ചു, രാവണനെ കുംഭകർണനെയൊക്കെ വധിച്ചു, മുക്തി കൊടുത്തു. പിന്നെ പട്ടാഭിഷേകം എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം സീതയെ ഉപേക്ഷിച്ചു. 4 പേർക്കും ഈ 2 കുട്ടികളുണ്ടായി. 4 ഭാഗത്തും പ്രത്യേകമായിട്ട് അവരെ രാജാക്കന്മാരായിട്ട് വാഴിച്ചു എന്നെല്ലാമുള്ള കഥയാണ് രാമായണം. എല്ലാവരെയും കൊണ്ട് ലക്ഷ്മണനും രാമനും വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്യണം. ജനങ്ങളുടെ മനസ്സിലൊരു സംശയം വന്നു കഴിഞ്ഞപ്പോൾ സീത സ്വയമേവ തന്നെ ഭൂമിദേവിയാൽ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ രാമായണത്തെ ആരാണോ പഠിക്കുന്നത് അവർക്ക് ഇനി ഇഹ പര അത് മറ്റൊരു കർമ്മം കൂടാതെ കണ്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യാത്മ രാമായണത്തിൻ്റെ മഹിമ അല്ലെങ്കിൽ മാഹാത്മ്യം എന്ന നിലയ്ക്ക് ഇത് 60 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത്. ഇനി അതിൻ്റെ മാഹാത്മ്യം കഴിഞ്ഞു. ബാലകാന്ഡം തൊട്ട് 7 കാണ്ഡങ്ങളുണ്ട്. ആ 7 കാണ്ഡങ്ങൾക്ക് നമുക്ക് ക്രമേണയായിട്ട് കടക്കാം. അടുത്തതിൽ അത് പറയാം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ.